ആൻഡ് റോവാണ്. വെൽക്കം. അതെ, എല്ലാവരും പുഞ്ചിരിച്ചിരിക്കുന്നു. സീ ഓഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുകയാണ്. അതെ, കടലോളം സ്നേഹം. അപ്പോ ആദ്യം നമ്മുടെ സിനിമ, ആ സീ ഓഫ് ലവ് ശരിക്കും എന്താണ്? സിനിമയെ പറ്റി കൂടുതൽ പറയുക, എന്തൊക്കെയാണ് ക്യാരക്ടറും അങ്ങനെയൊക്കെ. സീ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയം, സ്നേഹം എന്നുള്ളതാണ്. അതായത് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകൾക്ക് തോന്നുന്ന പരസ്പര ആകർഷണവും അവരുടെ ആശയവിനിമയങ്ങളും പിന്നെ അവരുടെ കടലോളം വരന്ന് നടക്കുന്ന സ്നേഹവും. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പോലും അവർ രണ്ടുപേരും വല്ലാതെ അടുക്കുന്നു, അവർ രണ്ടുപേരും ആശ്വസിക്കുന്നു, നമ്മുടേതായ സ്വന്തമായ നിമിഷങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നു. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സ്ത്രീകൾ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്ക് സപ്പോർട്ട് നൽകുന്ന സിനിമയാണിത്. ലെസ്ബിയൻ കണ്ടന്റ് ആണ്. പൊതുവെ അങ്ങനത്തെ കോണ്ടന്റ് സിനിമ രംഗത്തിന് ഭയങ്കര ചർച്ചയായി, കോൺട്രവേഴ്സീസ് ആയി. അപ്പൊ അങ്ങനത്തെ ആ ഒരു അതിനുള്ളൊരു സ്കോപ്പും കൊണ്ട് ഉണ്ടാവില്ലേ ഈ സിനിമയ്ക്ക്? സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ അതായത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെങ്കിൽ പോലും അത് ഏതൊരു സിറ്റുവേഷനിലാണ് സാധാരണ സമപ്രായക്കാർ തമ്മിലുള്ള പ്രണയങ്ങളായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒത്തിരി ഏജ് വ്യത്യാസമുള്ള രണ്ട് സ്ത്രീകളാണ്. അപ്പൊ പ്രണയത്തിന് മുന്നിൽ ഏജില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവര് പരസ്പരം തിരിച്ചറിയുന്നു. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും, ഇപ്പൊ ചേട്ടൻ പ്രൊഡ്യൂസറാണ്, ദേവൻ ചേട്ടൻ കോറേറ്ററാണ്, അത് കൂടാതെ നിങ്ങൾ മൂന്നുപേരും സിനിമയിൽ ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി ഒന്ന് പറയാം. അത് മീര ചേച്ചി, സ്ത്രീകളുടെ ഒരു പ്രണയം കൂടെ നമുക്ക് ചേച്ചിനെ തുടങ്ങാം. പറയാം. ക്യാരക്ടറിന്റെ പേര് ജയന്തി എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ചുറ്റും കാണുന്ന ഒരുപാട് സ്ത്രീകളെ പോലെയാണ് ജയന്തി. അതായത് അവരവരുടെ വീട്ടുകാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുട്ടിക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവര് കുറെ കാലം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചു കൊണ്ടു, മകൻ വളർന്നു വലുതാവുന്നു, അതിനുശേഷം അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇത്തരം സ്ത്രീകളെ നമ്മൾ ചുറ്റും ഒരുപാട് കാണാറുണ്ട്. അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയാണ് ജയന്തി. അപ്പൊ അവരുടെ ആ ജീവിതത്തിൽ അവര് സ്നേഹം തേടി പോകുന്നില്ലെങ്കിലും അവർ സ്നേഹം കണ്ടെത്തുക. അത് നമ്മളൊരു കൺവെൻഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്തു നിന്നല്ല ഈ സിനിമയിൽ അവർക്ക് സ്നേഹം കിട്ടുന്നത്. അത് മറ്റൊരു സ്ത്രീയിൽ നിന്നാണ്, പ്രായത്തിൽ അവരെക്കാളും കുറഞ്ഞൊരു സ്ത്രീയിൽ നിന്നാണ്. അങ്ങനെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ത്രീകൾ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അത്തരം ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചേട്ടന്റെ ക്യാരക്ടർ. എന്റെ ക്യാരക്ടറിനെ പറ്റി വേറെ പറയുകയാണെങ്കിൽ രതീഷ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഇതില് ജയന്തിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. രതീഷ് ഒരു ഫോറിനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം അതൊന്ന് രതീഷിനൊരു പ്രണയം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കഥ പോകുന്നത്. ഒരു ഇന്റർവെല്ലിന് ശേഷമാണ് അതൊരു സസ്പെൻസും ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള അവസാനം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതെ. അപ്പൊ ദേവൻ ചേട്ടൻ കോറേറ്ററാണ്. ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് സിനിമയെ പറ്റി പറയാന്ന് വെച്ചാൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്ന് പറയുമ്പോൾ അത് ഒരു അവകാശവാദമല്ല. കാരണം സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന സിനിമകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരത്തിൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ, തെറ്റായ പൊതുബോധത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, അതിനെ പോരടിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എളുപ്പമുള്ള ഒരു സിനിമയല്ല. അപ്പൊ നമുക്ക് എല്ലാവരും പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന സിനിമ എന്ന് മാത്രമല്ല, ഇതിന്റെ നമ്മൾ കഥ ഇതിന്റെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ, ഇതിന്റെ ഒരു ബീജാവസ്ഥയിൽ തന്നെ ഇത് ആരെയാണ് എവിടെയാണ് ഇത് കൊള്ളുന്നതിന്റെ ഒരു ഹിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ പറ്റി വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ലെസ്ബിയൻ കണ്ടന്റ് സിനിമ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ സിനിമ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ, അത് പാത്ര സൃഷ്ടിയിൽ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ജീവിക്കുന്ന ഒരു ആളുടെ ലൈഫ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, അതിന്റെ ഒരു സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹം അതിനെക്കാണ് അത് വേറെ അന്യഗ്രഹ ജീവികളാന്നുള്ള രീതിയിൽ അവരതിനെ കണ്ടും തള്ളു കാണിച്ചു. അതിനെ ഒരു വിമർശിക്കാൻ പോലും പരിഗണിക്കുന്നില്ല, അവരെ ബാധിക്കുന്നില്ല. പക്ഷെ ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വൾഗാരിറ്റി ഉള്ള ഒരു സീനുള്ള എന്നുള്ള അർത്ഥത്തിലല്ല ഞാനത് തെളിച്ചു പറയുന്നത്. ഇതിന്റെ ആശയം ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോ താങ്കൾ വിളിക്കുന്നു, താങ്കളുടെ അമ്മ ഒരു ലെസ്ബിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രകോപനം ഉണ്ടാകും.
അതാണ് വ്യത്യാസം. അതായത് ഞാൻ വേറെ ആള് ലെസ്ബിയൻ ആണെന്ന് ഞങ്ങൾക്ക് ദേഷ്യം പറഞ്ഞു. ഇപ്പൊ എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കും എന്ന് പറയും. എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. അതാണ് അവിടെ മാറി കളി. ഇതാണ് വ്യത്യാസം. ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കും. എന്റെ അമ്മ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കും എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് പ്രകോപനമാണ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ആയാലും നമ്മളുടെ ഇടയിൽ കാണുന്ന അമ്മ, അമ്മായി, മകൾ അങ്ങനെ വന്നു കഴിയുമ്പോഴോ ഇത് പ്രേക്ഷകൻ നമുക്ക് ഒരു പ്രകോപനമാണ്. നമ്മൾ ഒരു അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ എടുത്ത് കാണിക്കില്ല. നമ്മൾ ചുറ്റും കാണുന്ന നമ്മളുടെ കൂടെ സിനിമ കാണുന്ന അമ്മയാണ് അതിൽ കഥാപാത്രമായിട്ട് കാണുന്നത്. ഇത് പ്രകോപനമാണ്. ഇത് തന്നെ വലിയൊരു പ്രകോപനമാണ്. അങ്ങനത്തെ തീമിനെ എടുത്ത് നമ്മളതിനെ കൺവിൻസിംഗ് ആയിട്ട് കാണിച്ച് ആ ഇമോഷൻ ഇവർക്കിടയിലുള്ള പ്രണയം അത് കണ്ടിറങ്ങുമ്പോൾ സമയത്ത് അവരുടെ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഒരു റൊമാൻറ്റിക് സിനിമ നമ്മളിപ്പോ ഒരു പ്രേമ സിനിമ നമ്മൾ കണ്ടു, നിറം അല്ലെങ്കിൽ അനീതി പ്രാവ് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്? ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിക്കണമെന്ന് നമുക്ക് തോന്നുന്നതാണ് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത പറഞ്ഞാല് നമ്മൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിനിമയല്ല, മറിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. കൊമേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന നല്ല പാട്ടുകളുള്ള എൻഗേജിങ് ആയ മൂവിയാണ്. അങ്ങനെ തന്നെയാണ് സായി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്തിലെല്ലാം സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കണം നമുക്ക് നിർത്തുന്നുണ്ട്. അല്ലാതെ ബോർ അടിപ്പിക്കുക, ഒരു സീൻ വെച്ചിട്ട് 10 മിനിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക, അതന്നെ വെച്ചിട്ട് ബോർ അടിപ്പിക്കുക, ആൾക്കാരെ എണീറ്റ് പോവുക, അങ്ങനെ എല്ലാം അങ്ങനെ ഉണ്ടാകുന്ന നിർബന്ധമുണ്ട്. ഇതൊരു ഗ്രാമപ്രദേശത്ത് നടക്കുന്നത് സാധാരണ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മള് ഇപ്പോഴാണ് ഇതിന്റെ പേരിട്ട് വിളിക്കുന്നത്. പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിന് തിരിച്ചറിയപ്പെടുന്നില്ല. അതെന്താന്ന് കൂടി നമുക്കറിയില്ല, നമ്മൾ ചർച്ചയാക്കുന്നില്ല. അവർക്കും ഇഷ്ടത്തെ എന്താന്ന് പറയാ, വീട്ടിലുള്ളവരോട് പോലും പറയാൻ നോക്കിയില്ല. വീട്ടിലുള്ളവർ പോലും ഇതിനൊരു അപശകുനമായിട്ട് കാണാൻ അവരുടെ കൂട്ട് കൂടുന്ന എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണിത്. നാട്ടുമ്പുറത്തുള്ളവരൊക്കെ ആണെങ്കിലും. അപ്പൊ നാട്ടുമ്പുറത്തുള്ള പെൺകുട്ടി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൾ ആരുടെ പറയാം, ആരോട് സംസാരിക്കാനില്ല. സാധാരണ ഒരു വീട് വെറുതെ പെൺകുട്ടിയുടെ അവസ്ഥയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒറ്റപ്പെട്ടവർക്ക് നിൽക്കുന്നു, വീട്ടില് പറയാൻ പറ്റുന്നില്ല, പുറത്ത് പറയാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എന്നാൽ തന്റെ ജെൻഡർ ഇതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, വീർപ്പുമുട്ടി നിൽക്കുകയാണ്. തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ആരുടെ അമ്മയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എന്നൊന്നും വിചാരിക്കില്ല. ആ വ്യക്തിയുമായിട്ട് ഇതിനെ പങ്കുവെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മനിർവൃതി അതൊരു പ്രണയത്തിലേക്ക് വളരാം. ആ വ്യക്തിയാണെങ്കിലും ഭർത്താവില്ലാതെയും മക്കളാണെങ്കിലും ഒരു സ്ത്രീ എപ്പോഴും സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാത്തവരാണ് സാധാരണ സ്ത്രീകൾ. അവർ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എപ്പോഴും, സ്ത്രീകൾ നല്ല നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സ്ത്രീകൾ എപ്പോഴും അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് താൻ ജീവിച്ചതെന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരേ മനസ്സോടെ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ മനോഹരമായ സംഗീതത്തിന്റെ ഗസൽ സോങ്ങിലാണ് മെഴികൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ സോങ്ങിന്റെ അതേ രാഗം ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം BGM എന്ന് പറഞ്ഞ കുട്ടിക്കാലം പറഞ്ഞ LBC സാറിന്റെ പടം കാണാൻ അതിനാണ്. അതുകൊണ്ട് ഞാൻ ഡിജിറ്റ് നിലപാട് വീട്ടിൽ ചെയ്തു, രാജശേഖരെ കൂടിയിട്ട് ചെയ്തു എന്നാണ് വളരെ രസകരമായ രീതിയിൽ പാഠം കൊണ്ടുപോയി. പിന്നെ എനിക്ക് മാനസിന്റെ ചോദിക്കാറ്, മാനസിന്റെ ക്യാരക്ടർ ചേച്ചിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിരി ഇതൊരു കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട്, ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ. കാരണം ഇപ്പൊ നമ്മൾ ലെസ്ബിയൻസിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മിക്കതും യങ് ആയിരിക്കും, അല്ലെങ്കിൽ വരുന്ന രണ്ട് പേഴ്സും രണ്ടും സെയിം ഏജ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, പിന്നെ നാട്ടിൻപുറം, ഒരു അമ്മ, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ? അപ്പൊ അതിന്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ അത് ചെയ്യാനൊക്കെ? ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അതിൽ ടിപ്പിക്കൽ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. റേസ്പിയിലെ കാണുന്ന അമ്മ, ഭാര്യ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ ശരിക്കുള്ള സ്ത്രീകൾ, നമ്മുടെ ചുറ്റിനുള്ള ശരിക്കുള്ള സ്ത്രീകൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പം അവരെ സ്ക്രീനിൽ അവരായിട്ട് കാണിക്കാൻ ധൈര്യപ്പെടുന്നവര് വളരെ കുറച്ച് പേര്. സായിയും ദൈവവും ഒക്കെ അത് വളരെ ധൈര്യത്തോടു കൂടി അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീയുടെ എന്തൊക്കെയാണ് അവരുടെ ഡിസയേഴ്സ്, എന്താണ് അവരൊരു ഇൻഡിവിജ്വൽ ആണ് എന്നൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളായിട്ടാണ് തോന്നിയത്. അത്തരം ഒരു ക്യാരക്ടർ സ്ക്രീൻ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിട്ട് തന്നെ കഴിക്കും. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ പുരുഷന്മാർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പവർ ഇച്ചിരി കുറവാണ്, അവരെ മനസ്സിലാക്കാനുള്ള ഒരു പവർ കുറവാണ്, അവർ ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടർ ആണ്. അപ്പൊ ഒരു സ്ത്രീനായിരിക്കും സ്ത്രീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്?
അത് നമ്മുടെ വർഗം തിരിക്കേണ്ട കാര്യമില്ല. അതിൽ ഇതെല്ലാം നമ്മൾ മനുഷ്യരാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മനനം ചെയ്യുന്നവരാണ് മനുഷ്യരെന്നാ പറയുന്നത്. അപ്പൊ അത് രണ്ട് ആണായാലും പെണ്ണായാലും എന്തായാലും ഇതിന് കഴിവുള്ളവരും രണ്ട് ഭാഗത്തുനിന്നുണ്ട്, കഴിവില്ലാത്തവരുണ്ട് രണ്ട്. അങ്ങനെ അതന്നെ, ഒരാളെ അനുസരിച്ചിരിക്കില്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു നോട്ടബിൾ ആയിട്ട് തോന്നിയത്, ഓക്കെ സായി ഡയറക്ട് ചെയ്തു, കഥ എഴുതി, അത്രയും സ്ട്രോങ് ആയിട്ട് ക്യാരക്ടർ ചെയ്തു. പക്ഷെ ഒരു കോറായിട്ടായിട്ട് ദേവചേട്ടൻ വന്നിരിക്കുന്നത് ആൻഡ് ഈസ് എ മെയിൽ. അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഡൗട്ട്ഫുൾ ആണ് ഒരു മെയിലിന് അത്രയും സ്ട്രോങ് ആയിട്ട് ഫീമെയിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ചോദിച്ച ചോദ്യം വളരെ ഉള്ളതിനാണ്. അതായത് നമുക്കൊരു സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ സംഭവം ആരുടെ ഇടയിലാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പക്ഷത്തുണ്ട്. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പല സ്ത്രീ വിരുദ്ധ സമരങ്ങളിലെ മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെയാണ്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഞാനാണ് ഇതിന് മുന്നിൽ ആ സമരത്തിന് ഉയർത്തുന്ന ആശയത്തെ പൊളിക്കുകയാണെന്നതാണ്. അപ്പൊ സ്ത്രീകളെ തന്നെ അതിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ആശയത്തെ പൊളിക്കുക, സമൂഹത്തിന് മുന്നോട്ടുള്ള നടത്തത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ആണുങ്ങളുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ആണുങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിലും സ്ത്രീകളും കൂടി അത് അത്തരത്തിൽ ചിന്തിക്കുന്നതാണ്. ഈ സിനിമയിൽ തന്നെ സായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ട് സ്ത്രീ വിരുദ്ധതയുള്ള കഥാപാത്രമുണ്ട്. സിനിമ അങ്ങനത്തെ അത് റിവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുന്നു കരുതി കഴിഞ്ഞാൽ അതിലുള്ള മെയിൽ ക്യാരക്ടേഴ്സിനെ എല്ലാം തെമാടികളായിട്ട് കാണിക്കുക, സ്ത്രീകളെല്ലാം വളരെ നല്ലതായി കാണിക്കുക എന്നുള്ള രീതിയിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ സിനിമ അങ്ങനെ തന്നെ നമ്മൾ റിയാലിറ്റി പോലെ തന്നെ സ്ത്രീകൾക്കിടയിലും സ്ത്രീ വിരുദ്ധതയുള്ളവരുണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീ വിരുദ്ധ ഇല്ലാത്തവരുണ്ട്. നമ്മള് ചുറ്റും ഒരുപാട് പേരെ കാണാറുണ്ട്. ചിലപ്പോ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഏറ്റവും സ്ത്രീകൾ ശത്രുക്കൾ സ്ത്രീകളാണ് പലപ്പോഴും. സത്യമല്ലേ? നിങ്ങളുടെ സ്ത്രീകളല്ല, ഒരിക്കലും ഞാനങ്ങനെ പറയില്ല. അത് മനസ്സിലാക്കൽ പോലെ ആയിരിക്കും. ശരി. ഇപ്പൊ ചേട്ടൻ എന്താ പറയാ, ഇതിൽ ആക്ടറിന്റെ അപ്പുറം ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പൊ ഇത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെയത് കേട്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു? അത് സായി ആദ്യം എന്റെ അടുത്ത് വന്നത് ഞങ്ങളുടെ ഒരു സുരാജ് വെഞ്ഞാറിനുള്ള ഡേറ്റ് ഉണ്ട്, അതിനെ പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിനെ പറ്റിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി തരാമെന്ന് ചോദിച്ചാണ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ നേരെ എന്റെ അതൊരു ഫിലിം ബസാർ എന്ന് പറഞ്ഞ വെന്യൂ ആയിരുന്നു, പാർട്ടിക്കിടയിലാണ് സത്യം ഗോവയിൽ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു സുരാജ് വെഞ്ഞാറിനുള്ള പറ്റിയ പ്രൊഡ്യൂസർ അല്ലേ, തൊട്ടപ്പുറത്തേക്കൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ പ്രൊഡ്യൂസർ കണക്ട് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ അത് പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ എന്റെ അടുത്ത് വന്നു, ഇങ്ങനൊരു വലിയ പടമുണ്ട്, സുരാജേട്ടന്റെ ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. എനിക്കൊരു വലിയ പടം ചെയ്യാൻ കഴിയില്ല, ചെറിയ ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റും. അപ്പൊ സായി ഈ ഒരു സബ്ജക്റ്റ് എന്റെ അടുത്ത് വന്നു, കോട്ടയത്ത് വന്നാണ് സബ്ജക്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ വലിയ 5-10 കോടി ആ സാധനം എല്ലാം ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ സായി വന്ന് കഥ പറഞ്ഞു, കേട്ടു. ഞാൻ അപ്പൊ തന്നെ സായിയോട് പറഞ്ഞു, സായി എനിക്ക് ഇന്ന് ഒരു ദിവസം സമയം തന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട്. കാരണം ഞാൻ അത്യാവശ്യം ഫെസ്റ്റിവൽ സർക്യൂട്ട് എല്ലാ സിനിമകളും കാണുന്നതാണ്. അപ്പം എന്തെങ്കിലും സാമ്യമുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ നമ്മള് നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കി, അതുപോലെ LGBT സബ്ജക്റ്റുകളുടെ പല ഇതും ഞാൻ നോക്കി സെർച്ച് ചെയ്തു. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. ഈ സായി ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് ഇതുവരെ വരാത്ത ഒരു ട്രീറ്റ്മെന്റ്. സബ്ജക്ട് ഓഫ് കോഴ്സ് പലരും കാതലാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനം. അപ്പം പക്ഷെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നേ വരെ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ കൊടുത്തത്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നിയപ്പോ എല്ലാവരും കൊമേഴ്ഷ്യൽ സിനിമ അതുപോലെ ഇൻഡിപെൻഡന്റ് സിനിമ എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതിനൊരു അവാർഡ് പടം, കൊമേഴ്ഷ്യൽ പടം. അപ്പൊ ഇനി ഈ സെപ്പറേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ സിനിമകളാണ്. ഏതാ ഞാൻ ചോദിച്ചു, ആടുജീവിതം 100 കോടി നേടിയ പടമാണ്, പക്ഷെ എന്നാൽ ഫെസ്റ്റിവൽ പടമാണെന്ന് ചോദിച്ചാൽ ഫെസ്റ്റിവൽ പടമാണ്, കൊമേഴ്ഷ്യൽ പടമാണെന്ന് ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബാരിയറിനെ നമുക്ക് തകർക്കാൻ പറ്റില്ല
ഇതൊരു അത്യാവശ്യം ഫെസ്റ്റിവൽ സർക്യൂട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പടമാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. എന്നാൽ കൊമേഴ്ഷ്യൽ പടമാണോ, തിയേറ്ററിൽ സക്സസ് ആക്കാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. ഞങ്ങളൊരു ഈ കൂടുതൽ ധൈര്യം കിട്ടിയത് ഞങ്ങള് എറണാകുളം വിദ്യാർത്ഥികൾക്കൊരു പ്രിവ്യൂ ഷോ നടത്തി. അപ്പൊ അത്യാവശ്യം ക്രിട്ടിക്സുകളെ LGBT കമ്മ്യൂണിറ്റി ആൾക്കാരെയൊക്കെ വിളിച്ചു. അപ്പൊ ഇവര് ലാസ്റ്റില് LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവസാനം പടം കണ്ടിട്ട് അവരുടെ കണ്ണിൽ നിന്ന് ആ ഒരു ടീയേഴ്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ വർക്കായി. ഞാൻ സായിക്ക് ചേർന്ന് അപ്പൊ തന്നെ കൈ കൊടുത്തു. പിന്നെ നമുക്കും അറിയാമല്ലോ, നമ്മളുടെ കണ്ണും നിറയുമല്ലോ ഒരു ഇത് ഒരു ക്ലൈമാക്സ്, ആ ഒരു ഇമോഷണൽ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് സജി നമ്പ്യാട്ടാണ്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി. സജി നമ്പ്യാട്ട് വഴിയാണ് ഞാനിത് തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പം 25 സ്ക്രീനുകൾ ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. കൂടുതൽ സ്ക്രീനുകൾ കിട്ടും. പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒബ്വിയസ്ലി, കാരണം ഇപ്പൊ നമ്മള് കാതലൊക്കെ ഇറങ്ങിയപ്പോ നല്ല സപ്പോർട്ടായിരുന്നല്ലോ. ഇത് ജൂലൈ 18-നാണ് പിന്നെ ഇതൊരു സ്ത്രീ എന്ന നിലയിൽ വെല്ലുവിളിയും കൂടിയാണ് എനിക്ക് സിനിമ. ഈ സിനിമയും ഞാൻ 18 വർഷത്തിലേറെയായി ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ഫെഫ്കയിൽ മെമ്പർഷിപ്പ് സിനിമ പ്രവർത്തിക്കായിട്ട്. പക്ഷെ സിനിമ ചെയ്യുന്നത് കുട്ടിക്കാലം മുതലൊരു മോഹമായിരുന്നു. പക്ഷെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചു. ആദ്യം ഒരു പ്രൊഡ്യൂസർ എന്നെ കുറേ നടത്തിച്ച്, ഒരു 6 മാസക്കാലം എന്നെ നടത്തിച്ച് മാക്സിമം വല്ലാതെ ബുദ്ധിമുട്ടി. രണ്ടാമത്തെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, കുഞ്ചാക്ക ബോബനെ കുറിച്ച് വളരെ ഫേമസ് ആയ മൂവി എടുത്ത പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ 6 മാസം നടത്തിച്ച് എന്നെ കുത്തുപാള എടുപ്പിച്ച് മാത്രമല്ല അപമാനിച്ച് ഈ സുരാജേട്ടന്റെ ഡേറ്റ്, സുരാജേട്ടന് പോലും സഹതാപം തോന്നിപ്പേനെ അങ്ങനെ എടുത്തിട്ട് അയാൾ എന്നെ വളരെ ചീറ്റ് ചെയ്തു. ആ പ്രൊഡ്യൂസർ കഴിഞ്ഞെങ്കിൽ ഞാൻ ഡെബിങ് മാറ്റി വെച്ച് ഞാൻ എന്ത് ചെയ്യും, ആരെന്നെ കഴിക്കും, എങ്ങനെ ഞാൻ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ സബ്ജക്റ്റ് ആയിട്ട് ബാലകൃഷ്ണൻ ചേച്ചിയുടെ അടുത്താണ് ആഗ്രഹിച്ചത്. ഭാഗ്യജി പൂർണ്ണമായിട്ട് നന്നായിട്ട് പിന്തുണച്ച് ഒത്തിരി പ്രോത്സാഹനം തന്നു, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പ്രൊഡ്യൂസറെ തേടിക്കൊണ്ടു. എനിക്ക് തോന്നി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ ഫെഫ്കയിൽ തന്നെയുള്ള ആളുകളാണ് നമ്മൾ ഇത്രത്തോളം നടത്തിച്ച് ബുദ്ധിമുട്ടിച്ചത്. അതിന് ആരും ഉത്തരവാദിയല്ല, യൂണിയൻ ഉത്തരവാദിയല്ല. പക്ഷെ അതും ഞാൻ പറഞ്ഞ മനുഷ്യന്റെ ആണ് പെണ്ണെന്നൊന്നുമില്ല, മനുഷ്യന്റെ സംസ്കാരമാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ജിബിനെ കണ്ടുമുട്ടുന്നതും ഇങ്ങനെ ഒരു സംഭവം. ഇതിന്റെ ഒരു വാശിയായിരുന്നു, എനിക്ക് സിനിമ എത്രയും പെട്ടെന്ന് എടുക്കണം, എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്കൊരു സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതും അവരൊക്കെ 30, 40, 50 ദിവസങ്ങളിൽ 30 കോടി 10 കോടിയൊക്കെ ചെലവാക്കുന്നവർക്ക് നമ്മൾക്ക് മാന്യമായ രീതിയിൽ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കാമെന്നുള്ള വാശിയാണ് സിനിമ കണ്ടു ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റിയും അതെങ്ങനെയാണുള്ളത്. ഇപ്പൊ പൊതുവെ മലയാളം സിനിമയുടെ ഡയറക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അഞ്ജലി മേനോൻ, ഗീതു മോഹൻദാസ്, അതിന് വളരെ കുറച്ചുള്ളൂ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഫീമെയിൽ ഡയറക്ടേഴ്സിനൊക്കെ. അപ്പൊ നിങ്ങൾക്കും നല്ലൊരു ഫീമെയിൽ ഡയറക്ടർ ആവണത് അത്ര ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ആ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ വന്നത്. ഞാൻ പാലക്കാട് ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് വന്ന സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സിനിമാ നടികളൊക്കെ എവിടെ മാനത്താണ് ജീവിക്കുന്നത്, കാരണം അങ്ങനെ ഒരു ലോകമാണ് കണ്ടത്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടം. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ ആഴ്ച സിനിമ കാണുമ്പോഴായിരുന്നു. സിനിമ ഒരു ടാബ്ലറ്റ്സ് പോലെയായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വരുമ്പോഴാണ് ഒരു ത്രില്ല്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല, ആരും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല, ആരും ഗോഡ്ഫാദറും ഇല്ല. നമ്മളിങ്ങനെ തെണ്ടി നടന്ന് ലൊക്കേഷൻ വരെ തെണ്ടി നടന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് നേരിട്ട് പരിചയപ്പെട്ട് അത് മനസ്സിലാക്കി സാറിന്റെ നേരിട്ട് വരികയായ സമയത്ത് ഞാൻ നിങ്ങളോട് ജീവിക്കാം, അപ്പൊ വരും എന്ന് പറയാം. അങ്ങനെ പഠിച്ചതാണ്. ആരും അതായത് ഫാമിലിയിൽ നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ട്. പിന്നെ സുഹൃത്തുക്കൾ വഴി വന്ന് നമ്മളുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കാൻ കാരണമായി. സൗഹൃദങ്ങൾ അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞത് എന്റെ സൗഹൃദം തന്നെയാണ്. സൗഹൃദത്തോളം വലിയൊരു നേട്ടം വേറെ ഇല്ല ശരിക്കും. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. LGBTQ അല്ലാണ്ട് വേറൊരു ഒരു ലവ് എന്ന് പറയുന്ന ഒരു റൊമാൻസ് എന്ന് പറയുന്ന ഒരു ടേം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു റിലീജിയൻ മാറ്റി വെച്ചൊരു റൊമാൻസ് അല്ലെ, അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് റിലീജിയൻ എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു ബാരിയറും കൂടെ നിങ്ങൾ മുറിക്കുകയാണ്. റിലീജിയനും വേറെ എന്താ പറയാ, 2 ബാരിയേഴ്സ് ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് മനസ്സിലായ 2 ബാരിയേഴ്സ്. ജെൻഡറിന്റെ ഓഫ് കോഴ്സ് റിലിജിയന്റെ ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ 2 സോഷ്യൽ സ്റ്റേറ്റുകളുള്ളവരാണ് ഈ 2 ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഏജിന്റെ ഡിഫറൻസ് ഉള്ളതാണ്. അപ്പൊ ഇത്തരം എല്ലാം ഒരുപാട് ബാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ ഒരു സിമ്പിൾ കഥയാണെങ്കിലും ഒരു ലവ് സ്റ്റോറി ആണെങ്കിലും
ഒരു ഡീപ്പായി ഇറങ്ങുമ്പോൾ ഒരുപാട് പൊളിറ്റിക്സ്, ഒരുപാട് ബാലൻസ് ബ്രേക്ക് എനിക്ക് ചെയ്യുന്നത് തോന്നുന്നു കഥ എഴുതിയവർക്കൊക്കെ ഭയങ്കര സ്ട്രോങ് പൊളിറ്റിക്കൽ കൺവെൻഷൻസ് ഉള്ള ആൾക്കാരാണ്. Obviously സംസാരിക്കുന്നത് അപ്പൊ അത് ആ കഥയിലും സിനിമയിലും ഒക്കെ കാണാം. പിന്നെ ഇതിലിപ്പോ ചേച്ചി അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണ് ദിൽഷ. അപ്പൊ ദിൽഷ ഭയങ്കര ചാമിങ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് തന്നെ വേണമെന്നായിരുന്നു ഓപ്പോസിറ്റ് നിൽക്കണം. ഇല്ല, ദിൽഷയെ അനൂപ് മേനോൻ സാറിന്റെ മുമ്പിൽ വെച്ച പരിചയപ്പെടും. ഞാൻ അതിനകത്തൊരു വേഷം തമിഴ് ക്യാരക്ടർ ചെയ്തിരുന്നു. ദിൽഷ ആയിരുന്നു അതിന്റെ നായിക. അങ്ങനെ ഞങ്ങളുടെ തമ്മിലൊരു സൗഹൃദമാണ്. പക്ഷെ ദിൽഷ അതിൽ നടക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ കഥയുമായിട്ട് മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം ജുമൈലിയെ അതിൽ നിന്ന് എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ദിൽഷ എത്ര മോഡേൺ ആയതുകൊണ്ട് പലരും പറഞ്ഞു ദിൽഷ ശരിയാവും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ശരിയാക്കി എടുക്കാം. കാരണം നമ്മള് അഭിനയിപ്പിക്കുമല്ലോ, ആ കഥാപാത്രത്തിൽ ഉൾക്കൊണ്ട് ബിഹേവ് ചെയ്താൽ പോലെ അത് ദിൽഷ നന്നായിട്ട് അത് സ്വീകരിച്ച പോലെ ചെയ്യാൻ ചെയ്യും. ദിൽഷന്റെ ഒരിക്കലും തിരിച്ചറിയില്ല. അതെ, സാധാരണ അതെ, മണ്ണാർക്കാട് എനിക്ക് പറയുന്നതിനനുസരിച്ച് ഗ്രാമീണ ശരിയാ അങ്ങനെ തോന്നും. ഒരു പാവം പെൺകുട്ടി, നാടൻ പെൺകുട്ടി ദിൽഷയ്ക്ക് പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ശരി നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ റീൽസിലും എല്ലാം കണ്ട ദിൽഷ വേറൊരു ക്യാരക്ടറാണ്. ദിൽഷ അത് ഭയങ്കര എൻജോയ് ചെയ്തതാണ്. ആക്ച്വലി ദിൽഷയുടെ ക്യാരക്ടർ ജുമൈല അത് ബീഡി തെറുപ്പ് പെൺകുട്ടിയായിട്ടാണ്, വർക്കറായിട്ടാണ്. അപ്പൊ ഇതിനു വേണ്ടി 2 ദിവസം 5 ദിവസം മുന്നേ ബീഡി എങ്ങനെ ഉണ്ടാക്കാം അത് പഠിച്ചു ദിൽഷ. ബീഡി തെറുപ്പ് പഠിച്ചു. അത് ഞങ്ങൾ അവിടെയുള്ള ഒരു പ്രൊഫഷണൽ ആളുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആദ്യം ചെയ്തിട്ടൊന്നും ശരിയാണ്, പക്ഷെ ഇത് മണിക്കൂറുകളെടുത്തു പഠിച്ചെടുത്തു. എന്റെ നാട് തന്നെയായിരുന്നു കേട്ടോ. നാട്ടുകാരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പഠിപ്പിച്ചു കൊടുത്തു വീട്ടിൽ വന്നിരുന്നത്. പിന്നെ രമേശ് ചേട്ടനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോ വീട് തീർക്കാനൊക്കെ പഠിച്ചിട്ട് വരിക ചെയ്തത്. സംഗതിച്ച് ദിൽഷയ്ക്ക് കാണിച്ചു കൊടുത്തു. അത് ശരിക്കും ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ഷെ അങ്ങനെ തന്നെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ദിൽഷ ഡബിങ് കൂടി ചെയ്ത് അത് മനോഹരം. ചേച്ചിയുടെ എക്സ്പീരിയൻസ് ദിൽഷയുടെ ഒരു എന്താ പറയാ പേരാണല്ലോ ചേച്ചിയുടെ വേറെ എക്സ്പീരിയൻസ്? ദിൽഷ വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അത് തന്നെ അങ്ങനെ തന്നെ ആവുമ്പോ തന്നെ നമ്മുടെ ആഫ്റ്റർ ജോബ് സ്റ്റാർട്ട്. കാരണം നമ്മൾ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ, വളരെ പ്രൊഫഷണൽ ആണ്, നല്ല മര്യാദയുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് അതെ വളരെ ഈസി. നിങ്ങൾ തമ്മിലൊരു കോംബോ വർക്ക്ഔട്ട് ആയോ? ഒരു അത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയണം. അല്ലാതെ ഓഫ് സ്ക്രീൻ അതന്നെ ഓഫ് സ്ക്രീൻ അതാണ് കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇപ്പൊ അവിടെ കുറെ ടാൻട്രംസ് ഒക്കെ കാണിക്കുന്ന ഒരു ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ നമ്മൾ എത്ര അഭിനയിച്ചാൽ ചിലപ്പോ അതെന്റെ മുഖത്ത് ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് നല്ല ആക്ട്രസ് അല്ല, അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. കഥാപാത്ര സൃഷ്ടിയില് സ്റ്റോറീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാത്ര സൃഷ്ടികളുണ്ടല്ലോ, ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ കഥാപാത്രം. അപ്പൊ രണ്ടുപേരുടെയും ഐഡന്റിറ്റി വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജയന്തി എന്ന് പറയുന്ന രചിക്കുന്ന. കാരണം ദിൽഷയുടെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് കൂടുതൽ പെർഫോം ചെയ്യാനുണ്ട് ദിൽഷയ്ക്ക്. കാരണം ദിൽഷ അങ്ങനത്തെ ഒരു കുട്ടിയല്ല, അതിന് വ്യത്യസ്തമായിട്ട് വേറൊരാളായിട്ട് ചെയ്യും. അതൊരു ചലഞ്ചാണ് ഓഫ് കോഴ്സ് ദിൽഷയ്ക്ക്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ ഈ ജയന്തി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഭയങ്കര പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അതിന്റെ അവരനുഭവിക്കുന്ന സ്ട്രഗിളും ഇമോഷൻസും എല്ലാം അവര് ഒതുക്കി സൈലന്റ് ആണ്. അവരെന്താണ് ഈ സിനിമയിൽ അവരുടെ നിലപാടെന്നുള്ള ഒരു നിഗൂഢമായ കാര്യമാണ്. കാരണം അവരൊരിക്കലും പൊട്ടിക്കരയുന്നില്ല സിനിമ. പക്ഷെ ദിൽഷയുടെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര സന്തോഷമാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യും, ചിരിയാണെങ്കിൽ അത് സങ്കടമാണെങ്കിൽ പൊട്ടിക്കരയും. അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അവർക്ക് വലിയ സംശയമില്ല, നമുക്ക് കണ്ടിന് പോകുന്നവരുണ്ട്. പക്ഷെ ഈ ജയന്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളിന്ന് ആലോചിച്ച് മനസ്സിലാക്കും. എന്താണ് ചിന്തിക്കുന്നത്, ഇവരെന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പിന്നിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. അവർ അത്രയും അതായത് അദൃശ്യമായ, ഞാൻ എപ്പോഴും സൈഡെന്ന് പറയുന്നത് നമ്മൾ ഈ കഥയിൽ കൊണ്ട് അതായത് അദൃശ്യമായ ഒരു ചങ്ങലകൾ മനസ്സിൽ ശരീരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജയന്തി. ദുഃഖപുത്രി ചാനൽ പറയുമ്പോൾ നിശബ്ദ നായിക എന്നൊക്കെ പേര് വരാൻ സാധ്യത. നമ്മൾ വേറെ അന്യഗ്രഹ ജീവി അല്ല എന്നുള്ളത്. നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ വീട്ടിലെ അമ്മമാരോ അമ്മായിമാരോ നമ്മളെ അമ്മമാരോ ഒക്കെ തന്നെയാണ് നമ്മൾ ആ ജയന്തിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ അദൃശ്യമായിട്ടുള്ള ചങ്ങല എന്ന് പറയുന്നത് ഈ പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചങ്ങലകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അനുസരിച്ചിട്ട് അവരുടെ ഇമോഷൻസ് ഒതുക്കി അവർക്ക് അവരുടെ എക്സ്പ്രഷൻ പോലും അവർ ഭയങ്കര പരിമിതപ്പെട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഒരു ചലഞ്ച് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യം, ചേച്ചിയുടെ ക്യാരക്ടർ ഇച്ചിരി ചേട്ടന്റെ അമ്മയായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു മകൻ എന്ന് പറയുമ്പോ ഇപ്പൊ നേരത്തെ ജയമിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മ അങ്ങനെയാന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ നമ്മൾ അത്രയും അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ആള് നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു
ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലായിരുന്നു. അപ്പൊ ഇത് ക്യാരക്ടറിനെ പറ്റി അറിഞ്ഞപ്പോ ചേട്ടന്റെ ഒരു ഇതെന്തായിരുന്നു, ഇങ്ങനെ എടുക്കണോ എങ്ങനെയായിരുന്നു കഥ പറയാമോ? അത് പറയണ്ട, ആ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോഴൊരു ഫീല് മതി. ഓഫ് കോഴ്സ് ഇതിനകത്തൊരു ഞാൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ എന്നെ അതുപോലെ കെയർ ചെയ്യുന്ന ഒരു അമ്മയുണ്ട് ഇതിന്. അപ്പൊ ആ പെൺകുട്ടിയോടുള്ള ഒരു പ്രണയമുണ്ട്, അമ്മയുടെ ഒരു സ്നേഹമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഇവന് ഒരു സഹതാപമുണ്ട്, സ്നേഹമുണ്ട്, എന്നാൽ അമ്മയെ എന്താ പറയാ, അമ്മയോട് ദേഷ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഇമോഷനാണ് എനിക്ക് കൊണ്ടുവരണം. എന്നാൽ ആ ഒരു ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ ഒരു രതീഷ് ഇതുവരെ ചെയ്യാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. മകൻ ഇത് ഒറ്റപ്പെട്ട ഒരു മകനല്ല, അതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ സമൂഹത്തിലുള്ള ഒരു സാധാരണ മകൻ, അത് തന്നെയാണ് പറയുന്നത്. ശരിയാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഇപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോഴും ഞാൻ LGBT എന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളപ്പോ രണ്ടുപേരും ആലോചിക്കും. ഒബ്വിയസ്ലി എല്ലാ പേഴ്സൺ അങ്ങനെ. അപ്പൊ ഭയങ്കര ഒരു നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ മനസ്സിലായി. അപ്പൊ ആ ഒരു ഫീല് കിട്ടിയാൽ സ്വന്തം അമ്മ അങ്ങനെയാണെന്ന് വരുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട്. അപ്പം അതൊരു ഭയങ്കര എന്താ പറയാ, അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ ശരിക്കും എന്റെ അമ്മ എങ്ങനെയാണ് എന്നാലല്ലേ നമുക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ അതൊരു ഡെഫിനറ്റ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു, ഒരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അതിന് താങ്ക്സ് ടു സായി അങ്ങനെ ഒരു സ്ട്രോങ്. ഞാൻ നേരത്തെ കരിക്കിന്റെ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഇൻസോമിയ നൈറ്റ്സ്. അതിനുശേഷം ത്രൂ ഔട്ട് ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് ഇതിലാണ്. താങ്ക്സ് ടു ഡയറക്ടർ. എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇപ്പൊ കുഞ്ഞേമോ നായകൻ, അതുപോലെ തന്നെ ഒരു ബ്രോക്കറായിട്ട് നമ്മുടെ ആർട്ട് ഡയറക്ടർ സുരേഷ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയ ഒരു കുഞ്ഞു ക്രൗഡ് പോലത്തെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ സിനിമയിൽ അതിന് പ്രാധാന്യമുണ്ട്. അതുപോലെ സീനത്തേച്ചി ജുമൈലയുടെ ദൃശ്യയുടെ അമ്മയുടെ ഒരു ഗംഭീര വേഷമുണ്ട്. അപ്പൊ അതിൽ സീനത്തേച്ചിയുടെ പ്രസൻസ് ഒക്കെ ഭയങ്കര രസമാണ്. കാരണം സീനത്തേച്ചി ഞാനോട് ഒരു ഒന്നാമത്തെ സീനേ ഉള്ളൂ, പക്ഷെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, നമ്മൾ തന്നെ അഭിനയിച്ചു. പുള്ളിക്കാരുടെ ഒരു റെസ്പോൺസ് ആണ്. കാരണം ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളും റിവ്യൂ കണ്ടിട്ട് പറഞ്ഞാ സീന ചേച്ചിയുള്ള സീനിൽ ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, നമ്മളെ ഭയങ്കര കംഫർട്ടാകും. അങ്ങനെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു എനിക്ക് സീന ചേച്ചി എന്ന് പറയുമ്പോ തന്നെ ഗോഡ് ഫാദർ ഫസ്റ്റ് അത് നമ്മുടെ മനസ്സിലിരിക്കുകയല്ലേ. പിന്നെ സീനത്തേച്ചിയായാലും ഇതിലെ ഓരോ ആദ്യ സ്ക്രിപ്റ്റുമായിട്ട് സഹായിച്ചിരിക്കുമ്പോഴും സീനത്തേച്ചി കറക്റ്റ് ആയിട്ട് പറയും ഇങ്ങനെയാണോ മുസ്ലിം സ്ലാങ് ഇങ്ങനെയാണോ, അപ്പൊ ഇങ്ങനെയാക്കി എന്താ പ്രശ്നം സായിയോട് പറയുന്നത്. അപ്പൊ സായി കറക്റ്റ് ആയിട്ട് പെണ്ണ് ഡയറക്ടർ ആയിട്ട് വരിക എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുക. പടം ഡയറക്ട് ചെയ്തു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സായി സ്പോട്ട് രമേശേട്ടൻ നല്ല ക്യാരക്ടർ ചെയ്തു. രമേശേട്ടൻ പെരിങ്ങളേട്ടൻ പോലെ 4 പടം രമേശേട്ടൻ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് രമേശേട്ടനെ ഞാൻ ഡബ് ചെയ്ത ഒരു ഹീറോ പേഴ്സ് ഡബ് ചെയ്ത പടത്തിൽ രമേശേട്ടൻ മെയിൻ ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ തിലകൻ മാഷിന്റെ ഒരു ഫീൽ എനിക്ക് തോന്നിപ്പോയി. കാരണം അതുപോലത്തെ ഗംഭീരമായ ശബ്ദവും അതേപോലത്തെ ഒരു സ്റ്റൈൽ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഇവിടെ ചെയ്യുമായിരിക്കും. നമ്മള് അസിസ്റ്റന്റ് ചെയ്യുമ്പോ അങ്ങനെ പറയുള്ളൂ. അന്ന് രമേശേട്ടൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണോ. അപ്പൊ രമേശേട്ടൻ പറഞ്ഞു എന്ത് ചെയ്താലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അതുപോലെ തന്നെ കഥ പോലും എന്റെ അടുത്ത് ചോദിച്ചില്ല, നീയാണോ ചെയ്യുന്നത്, ഞാൻ അവിടെ എത്തിയിരിക്കും, എത്ര ദിവസം ഡേറ്റ് വേണമെന്ന് ചോദിച്ചത്. രമേശേട്ടൻ സീന ചേച്ചി ഫാമിലി അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സാധാരണ കുടുംബശ്രീ പണിക്ക് പോയ വ്യക്തിയായിട്ട് സീനത്തേച്ചിയും കാരണം കേരള കുടുംബത്തിലേക്ക് വരുമ്പോഴുള്ള അവരുടെ രണ്ടാം ഭാര്യയുടെ ഒക്കെ ഉള്ള ഒരു അമ്മയും അച്ഛനും മകളും നല്ല പിന്നെ അവിടുത്തെ അതായത് നമ്മുടെ ലൊക്കേഷനിലെ വീടും ഇതും എല്ലാം നമ്മളൊന്ന് ആർട്ട് വർക്ക് ചെയ്തല്ല, എല്ലാം വളരെ നമ്മുടെ പടത്തിലൊന്നും കൃത്രിമമായിട്ടില്ല. ക്രൗഡ് പോലും അവിടുത്തെ ജനങ്ങളാണ്. വീട് അവിടുത്തെ ഒരു വീടെടുത്തു, അങ്ങനെയുള്ള ആൾക്കാരുടെ വീടെടുത്തു, അവരുടെ പാത്രങ്ങൾ എടുത്തു, അവരുടെ വളർത്തിച്ചെടുത്തു, അവരുടെ മുറ്റം എടുത്തു, എല്ലാം അതുപോലെ തന്നെ. ഒന്നും നമ്മള് കൃത്രിമമായിട്ടുണ്ടായിട്ടില്ല. അവിടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് അപ്പൊ ചായ കുടിക്കാൻ ചേട്ടന്മാരെ വെച്ചിട്ടാണ് എന്റെ ഗ്രാമത്തിലെ ആളുകൾ അങ്ങനെയാണ്. എന്റെ കൈതശ്ശേരി ഗ്രാമത്തില് ഞങ്ങളുടെ പുഴയ്ക്ക് ഇക്കരയിൽ നിന്നുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക്
വർഗം, വർണ്ണം, അതുപോലെ തന്നെ രാഷ്ട്രീയം, മതം ഇതൊന്നുമില്ല. അവര് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും ഒക്കെ നബിദിനവും ക്രിസ്തുമസും ഓണം ഒക്കെ ആഘോഷിച്ചു വന്ന ജനങ്ങളാണ്. ഞങ്ങൾ ഒരേ ഇതിൽ സ്നേഹിച്ചു വേണം. അതുകൊണ്ട് ഇവര് വന്നപ്പോൾ ചിത്രാഞ്ജലി യൂണിറ്റ് ആയിരുന്നു, അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇതേപോലെ ഒരു സ്നേഹം കിട്ടാന്ന്. അതുപോലെയാണ് നമ്മൾ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഒരു മാവ്. അപ്പൊ ഞങ്ങള് ചെന്നപ്പോ മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് പഴുത്ത് മാങ്ങ വീഴാണ്. ഇതിൽ ഓണം ഞങ്ങൾ കട്ട് ചെയ്ത് അപ്പം തന്നെ തരും. അപ്പൊ ചെന്നാണ് ദിശ വരും, വീരശേഷി വരും, എല്ലാവരും കണ്ടിന്യൂസ്. ഇതുപോലെ തന്നെ പുള്ളി മറ്റേ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളി മറ്റേ അവിടുത്തെ മറമീന്തി ആ സാധനം ഞങ്ങൾ ഇട്ടുകൊണ്ട് വരും. അങ്ങനെ ആദ്യത്തെ 2 ദിവസം ഫ്രീ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 11 മണിയാകുമ്പോ ഞാൻ ചെറിയ തുക തരാം. അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും ഇത് കിട്ടിയപ്പോ നല്ല സാധനങ്ങളല്ലേ, നല്ല മാങ്ങയും സർബത്തും കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്താണ് എല്ലാരും. പിന്നെ നല്ല ഭക്ഷണം, ഒരു നാടൻ, ഒരു ചെറിയ ആൾക്കാർക്ക് നമ്മളൊരു ഓർഡർ കൊടുത്തു. അപ്പൊ എല്ലാരും ഉഷസ് സോമൻ ഇവരാണ് മെസ്സ് കൈകാര്യം ചെയ്തത്. അപ്പൊ അവര് വളരെ ലളിതമായ രീതിയിൽ നല്ല ടേസ്റ്റി ഫുഡ് നാടൻ ഭക്ഷണം. സിനിമയുടെ ലൊക്കേഷൻ അവിടെ കാരവാനില്ല. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ സിനിമയിലേക്ക് വരുമ്പോ എല്ലാവരും അവിടെ മനുഷ്യരായിട്ട് ജീവിക്കാനും അവിടുത്തെ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് ചേരാൻ പാത്രം വരണോട്ടോ. നമുക്കവിടെ കാരവാനില്ല, നല്ല ചൂട്, ഒരു വെയിലാണ്. അപ്പൊ അതുകൊണ്ട് പാലക്കാട് പണ്ടത്തെ ജയൻ സിനിമകളിലെ കരിമല സിനിമയിലൊക്കെ എപ്പോഴും ഞാനൊരു മാഗസിനിൽ കണ്ട് ജയൻ സിനിമ ഒരു പേർക്ക് കുടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചു, സിനിമയുടെ ഉള്ളിൽ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും സഹകരണവും അന്നുണ്ട്. ഇന്ന് സിനിമയ്ക്ക് അങ്ങനെയില്ല. ഇന്ന് സിനിമയ്ക്ക് പരസ്പരം ബന്ധങ്ങളില്ല. സിനിമ വെറും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ മാത്രം എല്ലാവരും ഒന്നിച്ചു കൂടുന്നു, പരസ്പരം കാലവാനി പോകുന്നു, അങ്ങോട്ട് അങ്ങനെ ഒരു മത്സര ബുദ്ധിയായി വരും. പക്ഷെ അങ്ങനെയല്ല ഇനി സിനിമ വരേണ്ടത്. പണ്ടത്തെ KP ശ്രീമതി ചേച്ചിയൊക്കെ പറയുന്ന സിനിമ ലൊക്കേഷൻസ് തിരിച്ചു കൊണ്ടുവരണം, സിനിമയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അതൊക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അതുപോലത്തെ അന്തരീക്ഷം ഞാൻ അവിടെ എല്ലാവരും എൻജോയ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചാർട്ടിങ് ഉണ്ട്. കാരണം ഇവരുടെ ഒരു ജയറാസറിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യും, അവർ കഥ പഠിച്ചിരിക്കും. അല്ലാതെ അവിടെ വന്നിട്ട് ഒരു നേരത്തെ എല്ലാം ഫുൾ ഡ്രാഫ്റ്റ് എടുത്ത് ചർച്ച ചെയ്ത് കറക്ഷൻ അടിപിടിയൊക്കെ കഴിഞ്ഞ് നമ്മളതിന്റെ ഫൈനൽ സാധനം എടുത്താണ് ഷൂട്ടിംഗ് സെറ്റിൽ പോകുന്നത്. അവിടെ വന്നാൽ പിന്നെ പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന പരിപാടിയില്ല. അവർക്ക് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യും, ഓരോ സീനിൽ ഷോട്ട് എടുത്ത് അത് എടുത്ത് പോരാന്നുള്ളൂ. എഴുതി വെച്ച് കൃത്യമായ സാധനം എടുക്കുക, അവസാനിപ്പിക്കുക. ഞങ്ങൾ വെളുപ്പിന് 5 മണിയാകുമ്പോ ലൊക്കേഷൻ ജയരാജ് പഠിപ്പിച്ച പാഠമാണ്. ഞങ്ങൾ എല്ലാവരും ചെല്ലുന്നതിന് മുമ്പ് സാർ ലൊക്കേഷനിൽ തിരിക്കും. സാറിന്റേതായ മൊബൈലിലൂടെ സാർ പലതും പ്രവർത്തിക്കും. അതുപോലെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ ലൊക്കേഷനിൽ എത്തണം, അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. പിന്നെ ഞങ്ങൾ രാത്രി 9 മണി വരെ ഷൂട്ട് ഉണ്ടാവും. അത് ഇതിനകത്ത് സംബന്ധിച്ച് നമുക്ക് ആ ചാർട്ട് ഉള്ളത് കൊണ്ട് നല്ല പ്രഷറുണ്ട്. പക്ഷെ ചിരിച്ചു കളിക്കുന്ന പറഞ്ഞാൽ ഇത്ര എളുപ്പമല്ല സംഭവം. നല്ല ടെൻഷനുണ്ട്, പ്രഷറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഹാപ്പി സെറ്റാണ് സൈഡ് സെറ്റ്. അത് എല്ലാ സെറ്റും അങ്ങനെയല്ല, അത് ഡയറക്ടറിനെ ആശ്രയിച്ചിട്ട് ഒരു സാധനം. സിനിമയുടെ സെറ്റ് നമ്മൾ ഭയങ്കര തെറി വിളിക്കുന്ന ഡയറക്ടേഴ്സ്, ചൂടാവുന്നത്, അബ്യൂസ് ചെയ്യുന്ന, സിനിമയുടെ പ്രഷർ എന്നല്ല കാണിക്കുന്നത്, അങ്ങനെ മോശമല്ല. പക്ഷെ ഈ പ്രഷർ തെറി കഴിയുമ്പോൾ എല്ലാവരും തെറി വിളിക്കുക. ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനേ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ ഇപ്പൊ നന്നാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന ഞാൻ ഫസ്റ്റ് നിന്ന് അങ്ങനെ പേര് പറയണില്ല, അങ്ങനെ ഡയറക്ടർ കൂടെ ആയിരുന്നു. ഞാനൊരു പെണ്ണ് മാത്രം യൂണിറ്റിനൊക്കെ ആണുങ്ങളായിരുന്നു കേട്ടോ. 15 വർഷം മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പോയതാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രാത്രി 2 മണി വരെ വർക്ക് ഉണ്ട്. 3-4 ഡയറക്ടറെ തെറിവിളി, എല്ലാവരും ഡയറക്ടർ അത് അടുപ്പിച്ച് തെറിവിളിക്കും. നമ്മളെയും അതിനെ തെറിവിളിക്കുന്ന ഏരിയ. ഒരു യൂണിറ്റിലുള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മളോട് ഡയറക്ടർ ചീത്ത പറയുമ്പോഴൊക്കെ പരിഹസിച്ചിരിക്കുക, അങ്ങോട്ട് കമന്റ് പറയാം. ഇവിടുന്നൊക്കെ എനിക്ക് വാശിയായിരുന്നു. ഇവരൊക്കെ അന്നേരം ഒരു ക്യാമറമാന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, പേര് പറഞ്ഞു. അദ്ദേഹം എന്നെ സഹായിച്ചു. അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു, നാളെ ഏതെങ്കിലും നേരത്തെ സായി സിനിമ എടുക്കാൻ നിങ്ങളൊന്നും വിളിക്കില്ല, നിങ്ങളിങ്ങനെ പരിഹസിച്ചായിരുന്നു. ആ പരിഹാസമൊക്കെ ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ചെയ്തത്. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണുങ്ങളോടും പെരുമാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയാണ്. ഇതൊക്കെ യൂണിയനൊക്കെ വന്നപ്പോഴേ പെണ്ണുങ്ങളോട് ആരും മനുഷ്യനെ പെരുമാറാനില്ല, ആരും അങ്ങനെ പരിഹസിക്കാൻ പാടില്ല. സായുധേഷൻ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ശക്തി മുന്നിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും നോട്ടം കണ്ട് പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ഉള്ളിലൊരു ആത്മവിശ്വാസമുണ്ട്. ഡയറക്ടറോടാണ് ഈ സ്ത്രീകൾ ഒരുപാട് മുൻപന്തിയിലേക്ക് ആയി എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടായി എന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര ചുരുക്കം ആളുകൾ സംവിധായ രംഗത്തേക്ക് വരുന്നു? സ്ത്രീ സംവിധാനം സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും വിചാരം ഇപ്പൊ പ്രത്യേകിച്ച് വലിയൊരു ബോംബാണ് സിനിമ എന്നാണ് വിചാരം വരുന്നത്. പിന്നെ സിനിമയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം വേണം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആത്മവിശ്വാസം വേണം. ആത്മവിശ്വാസം വേണം, ബുദ്ധിമുട്ടാനുള്ള ഒരു മനസ്സും വേണം, ജ്വലിക്കുന്ന അഗ്നിയെ ഊതി തെളിയിക്കാനുള്ള ശുഭാപ്തി വിശ്വാസവും
ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തും. സിനിമ പക്ഷെ ഇത് വാക്കുകളിൽ മാത്രമുള്ള പ്രവൃത്തികൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അത് ഓരോ സ്ത്രീകളും ചിന്തിക്കണം. ഞാനതാണ് ഒരു സ്ത്രീകൾ ടെക്നിക്കൽ വശങ്ങളിൽ നിന്ന് സ്ത്രീകൾ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരണം. സ്ത്രീകൾ തന്നെ തീരുമാനിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തിരിഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷെ പല ഫാമിലീസ് നോക്കണെങ്കിൽ ഇപ്പൊ മോഡേൺ ആണെങ്കിൽ ചിലപ്പോൾ അവർ മാറ്റി ചിന്തിക്കാം. പക്ഷെ കുറച്ചും കൂടി കൺസർവേറ്റീവ് ഫാമിലീസിന് ടെൻഷനാണ്. ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണോ, എന്തോ വേറൊരു ലോകം പോലെയാണ് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് സായിയുടെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെ പറയണം. സിനിമ എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാ ടെൻഷനുകളും ഉണ്ട്. പക്ഷെ ആരും മനസ്സിലാക്കാനുള്ളൂ. നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് എത്തപ്പെടാം. അതിന് ആരും സിനിമ ആരെയും ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. എനിക്ക് സിനിമയിൽ കിട്ടിയ ഫ്രീഡം, അതായത് ഞങ്ങളിവിടെ മെയ് ദിനത്തിന്റെ അന്ന് എല്ലാ അംഗങ്ങളും കൂടി ഞങ്ങൾ അവിടെ കൂടി ചേരും, പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും, ചർച്ച ചെയ്യും ഒക്കെ ചെയ്യുമ്പോഴും എത്രയോ ആയിരക്കണക്കിന്, അതായത് ക്യാമറ യൂണിറ്റ്, മേക്കപ്പ്, അങ്ങനെ ടെക്നീഷ്യന്മാർ എല്ലാവരോടും ഭയങ്കര തിരക്ക്, പൂഴി വാരിടാൻ പറ്റാത്ത തിരക്കിനിടയ്ക്കും ഞങ്ങൾ അതിലൂടെ ഓടിച്ചാൽ സ്ത്രീകൾ സൗഹൃദം പകർന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാം ചെയ്ത് നമുക്ക് ഒരു നോട്ടം കൊണ്ട് പോലും ഒന്നും പറ്റണില്ല. പക്ഷേങ്കിൽ ഒരു സത്യം പറഞ്ഞ അമ്പലത്തിലും ക്യൂ നിന്ന് തൊഴാതെ നിന്നപ്പോ നമുക്ക് തോന്നി കിട്ടിയിരുന്നു. അപ്പൊ അതിന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ശരിക്കും ഒരു വീട്ടിൽ എന്റെ കുടുംബത്തിലെ വീട്ടിൽ കല്യാണത്തിന് കൊണ്ടായാലും എനിക്ക് ഇഷ്ടമാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അവിടെ ആരെങ്കിലും ആൾക്കാരെ കാണും, അതായത് നമ്മുടെ ബന്ധുക്കൾ അവിടെ കാണും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. അതാണ് എന്റെ സിനിമ. സിനിമയെ സ്നേഹിക്കുക. എന്തിനേയും നമ്മൾ സ്നേഹിക്കുമ്പോൾ ആര് മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ പിന്തിരിഞ്ഞു പോയി അവിടെ എത്തും. പക്ഷെ സിനിമയിൽ നിന്ന് അതുണ്ടാക്കാം ഇതുണ്ടാക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറിനോടാവും നമുക്ക് ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് ഇപ്പൊ ലെസ്ബിയൻ കമ്മ്യൂണിറ്റി അതുകൊണ്ട് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. എന്തുകൊണ്ട് നീ ഇതുപോലത്തെ ഒരു സിനിമ എടുക്കുന്നു, എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാണ് ശരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഇതിന്റെ ആവശ്യമുണ്ടോ? കാരണം ആൺ പെണ്ണ് എന്നുള്ളൊരു വർഗം മാത്രം പോരെ, എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ശരിക്കും ആൺ പെണ്ണായിട്ട് ജീവിച്ചാൽ പോലെ, എന്തിനാണ് ഇതിന്റെ ആവശ്യം? എന്താണ് ഇതുകൊണ്ട് നൽകുന്ന ഇത്? കാരണം ഇത് ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ആൺപെണ്ണായിട്ട് ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന കാര്യത്തില്ല. കാരണം ആൺപെണ്ണ് അല്ലാത്ത ജെൻഡേഴ്സും ഉണ്ട്, അതല്ലേ ഫാക്ട്. അല്ല, ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ട്രംപ് പറഞ്ഞ അവിടെ രണ്ട് ജെൻഡേഴ്സേ ഉള്ളൂ, ആണും പെണ്ണും എന്നുള്ള ജെൻഡേഴ്സേ ഉള്ളൂ. പക്ഷെ ട്രംപ് പറഞ്ഞുകൊണ്ട് അല്ലാതാവുന്നില്ലല്ലോ. അതായത് അതിന്റെ ഇടയ്ക്ക് ജെൻഡർ ഫ്ലൂയിഡിറ്റി ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ജെൻഡേഴ്സ് ഉണ്ട് ഈ രണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതിനെ കുറിച്ച് അത് നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പൊതുവെ നോക്കുമ്പോ നമ്മുടെ കൾച്ചർ, ഇപ്പൊ കേരളം വെച്ച് നോക്കുമ്പോ കൾച്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ്, നമ്മുടെ സംസ്കാരം അങ്ങനെ മുറുകെ പിടിക്കുന്നത് നമ്മൾ ആരാണ് മലയാളീസ് എന്നൊക്കെ പറയാം. അപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് കൾച്ചർ വെച്ച് നോക്കുമ്പോഴും തോട്ട്സ് വെച്ച് നോക്കുമ്പോഴും നേരെ ഓപ്പോസിറ്റ് ആണ്, കോൺഫ്ലിക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ കൾച്ചറിന് അത് എതിരല്ലേ? നമ്മുടെ കൾച്ചർ ആരുണ്ടാക്കിയത്? കൾച്ചർ അവരവരുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കൾച്ചറാണ് എപ്പോഴും സ്വീകാര്യമായിട്ടുള്ളത്. അല്ലാണ്ട് ആണിനും പെണ്ണിനും മാത്രമാണ് ഇവിടെ സ്നേഹിക്കാവുള്ളൂ എന്നില്ല. അപ്പൊ ഒരു വീട്ടില് ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ വരുമ്പോൾ ഉള്ള ചേഞ്ച് ആണിത്. ആരും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞോ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം ഇതല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടരുത്. അത് ഭയങ്കര കുറ്റമാണ്. അവനും ആ വ്യക്തിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ്. ഈ മനുഷ്യന് ഓരോരുത്തരും വിചാരം അവനവൻ ചെയ്യുന്നതാണ് ശരി, അവനവനാണ് എല്ലാം തിരഞ്ഞെന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മുടെ ഈ കൾച്ചർ, ഈ പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഹിപ്പോക്രറ്റിക്കൽ ആയിട്ടുള്ള കൾച്ചർ. നമ്മളെല്ലാം മാസ്കുകൾ വെച്ച് നടക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഇത്തരം ഒക്കെ അറ്റംപ്റ്റ്സിൽ കൂടെ നമ്മൾ ആ മാസ്ക് ഒക്കെ മാറ്റി നമ്മൾ ശരിക്കും മനുഷ്യരാവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. സമൂഹത്തില് LGBTQ ആൾക്കാരെ മാറ്റി നിർത്താതെ നമ്മുടെ ഒപ്പം തന്നെ നിർത്തുക, ചേർത്ത് പിടിക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക. ആ ഒരു മെസ്സേജ് ആണ്. നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രീതികളാണ് പറയുന്നത്. നമ്മൾ പണ്ട് വഴി നടക്കുമ്പോൾ ഒരു 50 കൊല്ലം മുന്നോട്ട് പുറകോട്ട് പോയാൽ മതി, 1000 കൊല്ലം പുറകോട്ട് പോകണം. 50 കൊല്ലം പുറകോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം വഴിയിൽ ഒരുമിച്ച് നടക്കാൻ സാധിക്കില്ല. അത് കൾച്ചറാണ്, നമ്മുടെ രീതിയാണ്. ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ അതാണ് വ്യത്യാസം. നമ്മൾ പോരടിച്ചും സിനിമകൾ ചെയ്തും അങ്ങനെ ചർച്ച ചെയ്തും ഒക്കെ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നിയമപരമായിട്ട് പോകണം എന്ന് പറയുന്നവരുണ്ട്. നിയമമൊന്നുമില്ല, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ ട്രംപിന്റെ കാര്യം സാഹിബ് ഇന്റർവ്യൂ ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ ആണ് പെണ്ണെന്നുള്ള ബൈനറി മതി എന്ന് പറഞ്ഞല്ലോ, ട്രംപിന് തേർഡൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ സാഹിബ് എനിക്കത് വീട്ടിൽ തന്നെ ചോദ്യം ചേർക്കുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾക്ക് അത് ആ രാജ്യത്തെ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പറയുന്നത്. നിയമപരമായിട്ട് നമ്മൾ അംഗീകരിച്ച് പോകണം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനത്തെ കൂട്ടത്തിലും പറഞ്ഞാൽ അത് നിയമമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അതിനുള്ള ഷൗട്ട് ചെയ്യണം. നമ്മൾ ഒരു പ്രധാനിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാകുമ്പോൾ അവര് ഈ ഓളമൊക്കെ മാറ്റി വെക്കും. അപ്പൊ അവര് വേറെ നിയമം കൊണ്ടുവരും. അതിനനുസരിച്ച് നമ്മൾ ഇതിന് പിന്നാലെ അത്രയേ ഉള്ളൂ. ഇപ്പൊ
പലപ്പോഴും ഇപ്പോ പണ്ട് മുതൽ നമുക്ക് സിനിമ എടുത്താൽ പല റെവല്യൂഷൻ സിനിമ ഒരു കാരണമായിട്ടുണ്ടെന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ ഇത്തരത്തിലുള്ള സിനിമകൾ വന്നാൽ അങ്ങനെ ഒരു മാറ്റത്തിനും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും, പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന വിശ്വാസമാണ്. ഒരു സിനിമ കൊണ്ടൊരു വലിയ റെവല്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് കുറച്ചുകൂടെ ഒരു എമ്പത്തി ആയിട്ട് ബിഹേവ് ചെയ്യാൻ, നമ്മളെ പോലെ അല്ല എല്ലാവരും, അങ്ങനെ അല്ലാത്തവർക്കും ജീവിക്കാനുള്ള ലോകമാണിത്, നമ്മളെ മാത്രമല്ല ഈ ലോകം എന്ന് എങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അത് തന്നെ ഒരു വലിയ റെവല്യൂഷൻ ആണ്. സിനിമ കൊണ്ട് ആർക്കും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. സിനിമ സിനിമയായിട്ട് തന്നെ കാണും, പിന്നെ ആ ഒരു ലെവൽ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാം നമുക്ക് പറ്റുന്ന രീതിയിൽ, അതാണ്. ഇത് സെൻസർ ചെയ്ത സമയത്തൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഒരു കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമകൾ ഒരു പരിധി വരെ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ടോ? ഇതങ്ങനെ തോന്നിയിട്ടുണ്ടോ? സെൻസർ ചെയ്യുന്ന സമയത്ത് അവര് സബ്ജക്ട് ഇതായത് കൊണ്ട് അവര് UA ആണ് തന്നത്. ഞാൻ ചോദിച്ചു എന്താണ് UA വരാൻ കാരണം, ഒരു ഫാമിലിയോട് കാണാവുന്ന സിനിമയാണല്ലോ സാറിന് ഞാൻ ചോദിച്ചു, വളരെ വിനീതമായിട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് സബ്ജക്ട് ഇതാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ, UA വരാന് നമ്മള് വഴക്കൊടിക്കാൻ നിന്നില്ല, നമുക്ക് അങ്ങനെ യുദ്ധത്തിന് നമ്മള് പോയില്ല, പിന്നെ അവര് പറഞ്ഞ അംഗീകരിക്കാന്നുള്ളതല്ലേ. പിന്നെ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാതെ ചില സിനിമേച്ചി എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ ഒരു കൊഴുപ്പ് എവിടുന്നൊക്കെയോ ഓടി വരും, അതിന്റെ ഒരു കൊഴുപ്പിടെ അപ്പുറത്തും വരും, അറിയാതെ വരുന്നതാണ് ആ കോഴികൾ, ആ വീട്ടിലുള്ള കോഴികളാണ്. നമ്മൾ പിടിച്ചിട്ട് അതിന് കെട്ടിയിട്ടിട്ട് ഒന്നും വന്നില്ല, പക്ഷെ അതൊക്കെ ഇവര് മാറ്റണം, അങ്ങനെ ഒരു സംഭവം. കോഴിയെ കൊന്നു തിന്നുന്നതിന് ഇന്ത്യയിൽ കാല് കടിക്കുന്ന സീൻ എടുക്കണമെന്ന് ഒരു കുഴപ്പമില്ല, ഒരു കോഴി വന്ന് അറിയാതെ ക്യാമറയുടെ മുന്നിൽ കയറുമ്പോഴത്തേക്കും പറ്റും. കൊന്നു തിന്നുന്ന സാധനത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. പഠിച്ചു വലിക്കണം, അതിലൊന്നും കുഴപ്പമില്ല ഇവർക്ക്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത, അതായത് അപ്പൊ ഞാൻ ആലോചിച്ച് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു സിനിമയെ മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രമായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൈയെടുക്കണോ ആരും ഇവിടെ ഇതെല്ലാം പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നിയമങ്ങൾ വെച്ചിട്ടാണ് ഇവർക്ക് പറയുന്നത്. അവർക്ക് പരിമിതി ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ നിയമത്തിന്റെ പോരായ്മകളാണ്. കടിച്ചു പറിച്ചിരുന്ന കോഴിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയേണ്ടി വരുന്നത് അവർ കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർ പറയുന്ന നിയമങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ജാപ്പാന്റെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ലോകം മുന്നോട്ട് പോയതെന്ന് കോഴിക്കാരെ അടിക്കാത്തുണ്ടോ? ആ കോഴി മനോഹരമായിട്ട് പറന്നു വന്നിരുന്നതിന്റെ ഭംഗിയൊക്കെ കാണാൻ ജനങ്ങൾക്ക് ശക്തിയില്ല, അവരെ പിടിച്ച് കടിച്ച് വലിക്കാൻ ഭയങ്കര ശക്തിയാണ്. അതിന് നമ്മൾ എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് സെൻസർ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള നൂലാമാലകളുടെ കാര്യം പറയുന്നത്. ഒരു സിനിമ എടുത്തു പോയതിന്റെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓരോ നിർമ്മാതാക്കളും സംവിധായകരും ശ്വാസം കുത്തുന്ന കാര്യം പറയും. അപ്പൊ എല്ലാവരും ചെയ്യുകയാണ് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. ഏത് മൃഗം വന്നാലും ഒരു കുറെ ദൂരെ ഒരു പശു നിന്ന് നടന്നു പോയാൽ പോലും ആ പശുവിന്റെ ജാതകം നമ്മൾ അവിടെ കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി വരും. ഇങ്ങനെ ഒട്ടും ലോജിക് ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഈ സെൻസറിങ് കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാപ്പെടാത്ത വന്നിട്ടുണ്ടോ? അതോ ഇനിയിപ്പോ എങ്ങനെ വരണേന്നറിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് കൽപ്പിക്കുന്നതാണെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റും? അതിപ്പോ അതുപോലെ പേരുകളിൽ തന്നെ നമുക്ക് വിഷയങ്ങൾ വരുന്നു. അപ്പൊ അതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ അതൊക്കെ ഇതിന് എന്തെങ്കിലും ഇതൊക്കെ ഒരു സീസണൽ ഇഷ്യൂ പോലെ എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ എന്ന് സ്വന്തം ജാനകി കുട്ടി മുതല് ഇഷ്ടംപോലെ എന്താ ചക്കമ്പി കല്യാണി എന്തൊക്കെയോ പറഞ്ഞ സിനിമകൾ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ കുഴപ്പമില്ല. ഇതൊക്കെ ഓരോരുത്തരും സീസണിൽ എന്തൊക്കെയോ പറഞ്ഞ ആഘോഷിക്കണം പോലെ. അതായത് ഇത് കലാമൂല്യമുള്ള ഒരു ചർച്ചയേ അല്ല, കലാപരമായിട്ട് ഒരു വിവരമുള്ള ഒരു ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ആയിട്ട് വരുന്ന ചില പാട്ടുകൾ ഓരോ സീസണിൽ ഭയങ്കരമായിട്ട് ഹിറ്റാണ്. അതുപോലെയാണ് ഇന്നത്തെ സാധനം എടുത്ത് എഴുന്നേക്ക് നോക്കുകയാണ്. ഇന്നിപ്പോ എന്താ കുറച്ച് നാട്ടിലുള്ള ഇതിനെ തന്നെ തീരുമാനിക്കായിരിക്കും അവിടെ ഇരുന്നിട്ട്. എന്താ അവര് തന്നെ തീരുമാനിച്ചിറക്കും. ഇതിന് പിന്നാലെ പാവങ്ങൾ ഒന്നും അറിയാത്ത ആൾക്കാർ അതിന് പിന്നാലെ പോകും. അങ്ങനെ അവിടെ സമയങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർക്ക് എന്താ ചെയ്യാൻ പാടില്ല. നമ്മളെ പോലെ കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്നവര് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ മുകളിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടേതായ ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സെൻസറിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കിന്ന് മൊബൈലില് നമ്മുടെ ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് വരച്ചാൽ പറ്റി കഴിഞ്ഞാൽ എല്ലാ കണ്ടന്റും അതിനകത്ത് കിടക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്താണ് ഇതിൽ സിനിമയിൽ സെൻസർ ചെയ്യുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ കുട്ടികളും ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു സിനിമയിൽ സെൻസർ ചെയ്തു പറഞ്ഞിട്ട് എന്താ ഈ ആരെ പഠിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊന്നും കാര്യമില്ല. ഇതൊക്കെ മാറും. സെൻസറിംഗ് ഒന്നും അധികം മുന്നോട്ട് പോകില്ല. കാരണം ഇതൊക്കെ കൂടുതൽ പാലിച്ചാവുന്നേ ആരും എന്തൊക്കെയാണെന്ന് പറ്റില്ല. എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ഫോണിൽ കണ്ടോണ്ടിരിക്കുന്നു. നമ്മൾ ആരോടെ പറയണം?
ശരിക്കും പത്മകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളി നേരിടുന്നു എന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം അത് അവർക്ക് വേണ്ടിയിട്ടല്ല, സെൻസർ ബോർഡിന് വേണ്ടിയിട്ടല്ല, മുകളിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ വേണ്ട എന്ന് വയ്ക്കുന്നു. പുള്ളി ഇതേപോലെ തന്നെ എന്തോ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇറങ്ങിയത് വെച്ചത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ മാറ്റപ്പെടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിലൊരു സിനിമ എടുത്തപ്പോൾ അതിനെയൊക്കെ തടവയ്ക്കുക, അങ്ങനെ ഓരോരുത്തരുടെ വീട്ടുകാരൊക്കെ ഒരു കഥയുമായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റും, ഇന്നയാള് പറയുന്ന കഥ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കലാകാരന്റെ ചങ്ങലക്കിടാൻ ആർക്കും സാധിക്കില്ല. ഈ സെൻസറിങ് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞത് ടോക്കൺ നമ്പർ മൂവിയുടെ പേര്. അപ്പൊ അത് ഈ മാസം തന്നെ റിലീസ് ഉണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സെൻസറിങ്ങിന്റെ സമയത്ത് ഞാൻ പുള്ളിയോട് സംസാരിച്ചത്, പുള്ളിയുടെ ഒരു പോസ്റ്റ് പുള്ളി അന്ന് വ്യക്തമാക്കി, പക്ഷെ ഒരു ഭ്രാന്ത് വന്നൊരു അവസ്ഥയിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. കാരണം പുള്ളിയുടെ സിനിമയെ കൊല്ലാൻ പറയുകയാണ് എല്ലാവരും. പുള്ളി വിശ്വസിച്ചിരുന്ന പാർട്ടിക്കാർ തന്നെ പുള്ളിയെ തഴഞ്ഞു. അപ്പൊ പുള്ളി എല്ലായിടത്തും ഡ്രോപ്പായി, ആരും സഹായിക്കുന്നില്ല, പുള്ളി തന്നെയാണ് നിർമ്മാതാവ്. അപ്പൊ മൊത്തത്തിൽ പുള്ളി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ആയിരുന്നു. അങ്ങനെ അവസാനം പുള്ളി അതിൽ നിന്ന് പേരും രൂപത്തിൽ പുള്ളി പേര് മാറ്റി കീഴടങ്ങി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. വേറെ നിവർത്തിയില്ലാതെ. അപ്പോ നമ്മുടെ സിനിമ ജൂലൈ 18 എന്താ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ഒന്ന് സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ ഇത് കണ്ടു ചെപ്പക്കുട്ടിക്ക് അടിക്കണം തോന്നി കഴിഞ്ഞാൽ പോലും എല്ലാവരും നേരിട്ട് വരിക. ഇനി മേലിൽ നിമ്മാതിരി കഥ എടുക്കരുതെന്ന് പറഞ്ഞാൽ പോലും നമുക്കതൊരു അഭിപ്രായമായിട്ട് നമ്മളതൊരു പ്രചോദനമായിട്ടേ തോന്നുള്ളൂ. കാരണം നമ്മൾ അതുപോലെ എടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഡേയിലൂടെ ഇറങ്ങി ചെല്ലാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അടി കൊടുക്കേണ്ട ആൾക്കാർ ജൂലൈ 18 ഭുവനേശ്വരോട് ബുക്ക് ചെയ്യണം അടി കൊടുക്കേണ്ട. നമ്മളിത് കണ്ട് പ്രേക്ഷകർ കാണുക. ഇത് ഒരു എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്, കൊമേഴ്സ്യൽ ആയിട്ടുള്ള മൂവിയാണ്. നമ്മൾ ഒരിക്കലും ബോറടിക്കില്ല. നമ്മളിങ്ങനെ ഭരതന്റെ ഒരു ആ ഒരു ശൈലി എന്ന് വെച്ചാൽ ഭരത് സാർ മൂവി നമ്മൾ കണ്ടിട്ടില്ലേ, താഴ്വാരൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും നമ്മളെ ഇൻസിഡൻസിലോട്ട്, അല്ലെങ്കിൽ അത് തന്നെ വെച്ചോണ്ടിരിക്കുകയല്ല, സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് പാട്ടുകളുണ്ട്, ബിജിഎം ഉണ്ട്, എൻഗേജിങ് ആണ്, നമുക്ക് ഇമോഷൻസ് കണക്ട് ആവുന്ന സിനിമകളാണ്. അപ്പൊ ആ ഒരു ഭരതൻ പത്മരാജൻ, ആ ഒരു ജയരാജ് സാറിന്റെ അങ്ങനത്തെ ഒരു ടച്ച്, അപ്പൊ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി രണ്ടുപേരും ഫേസ്ബുക്കിൽ എഴുതുക, ഇൻസ്റ്റാഗ്രാമിൽ എഴുതുക, റിവ്യൂകൾ എഴുതുക. അങ്ങനെ റിവ്യൂകൾ എഴുതുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഒരു വലിയ ഹിറ്റായി ഒരു ഹിറ്റ് സൂപ്പർഹിറ്റായി മാറും. നമുക്ക് ഓരോ കുടുംബത്തിലെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ അടുത്ത് കൊണ്ടെത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അവരൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും, അവർ ചിന്തിച്ചു തുടങ്ങും. അതാ ചിന്തിക്കുന്ന അവർക്കൊക്കെ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം ഒരു ആണും ഒരുമിച്ച് നടന്നാലിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഈ സിനിമ കണ്ടു മനസ്സിലാവും എന്താണ് അതിലെ പ്രശ്നം എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മക്കളെ സമാധാനം ആഗ്രഹിക്കുന്നവര് ഒരു പുരുഷന്റെ അടുത്തേക്ക് ഒരു സ്ത്രീനെ കല്യാണം വെച്ചു കൊടുത്തിട്ട് അവന്റെ ഇടിയും കുത്തും കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്താൽ ഒരു കുഴപ്പമില്ല. എന്റെ മോൾ എവിടെ പോയാലും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അവർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ നമുക്ക് സമൂഹത്തിൽ വേണം. പക്ഷെ എന്നാലും അവരൊരു മാതാപിതാക്കൾ ഇപ്പോഴത്തെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇപ്പൊ ന്യൂജൻ ആയി വന്നിരിക്കുന്ന ആളുകൾ രണ്ടുപേരും നടക്കുമ്പോൾ ഒരു ജെൻസി കാറ്റഗറിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡൗട്ട് ഇപ്പൊ ആളുകൾ ഇപ്പോഴത്തെ സ്ത്രീകളെ ഓപ്പൺ ആയിട്ട് ജെൻഡർ അവരുടെ പ്രൊഫൈലിൽ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്യും. എന്റെ കുട്ടി അവളുടെ നടന്നിട്ട് ചീത്തയാവും, അവള് ആകർഷിച്ചുകൊണ്ട് അങ്ങനെ ഒരിക്കലും അവർക്ക് ഇഷ്ടമുള്ളവരെ അവരുടേതായ മാനസികാവസ്ഥയുള്ളവരെ മാത്രം പരസ്പരം അവരും നല്ല ആരും വേണമെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ന്യൂജനായിട്ട് ചിന്തിക്കുന്നത് ഇത്രയും കാലം അവര് അയ്യോ എന്റെ മോള് ഏതെങ്കിലും ഒരു ആളുടെ അവിടെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാതാപിതാക്കള് അധികാരം കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അധികാരം കാണിക്കാനുള്ള അവകാശം അവർക്കില്ല. പരിമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളെ മക്കളുടെ കയ്യിലുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ഒരു ഫ്രണ്ട്ഷിപ്പാണ്, സൗഹൃദമാണുള്ളതെങ്കിൽ അവർ കുട്ടികൾ നമ്മളെ കൂടെ പരിഗണിക്കും. അതേസമയം നിങ്ങൾ അധികാരം കാണിക്കാനാണ് ശ്രമിക്കുന്നത്, കുട്ടികളൊന്നും അത് വെച്ച് തരാൻ പോലില്ല. അല്ല, എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം ഞാൻ പറയുന്നത് അവരുടെ കുട്ടികളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരുടെ കുട്ടികളുടെ ഇഷ്ടമില്ലായ്മ എന്ന്
കൃത്യമായി മനസ്സിലാക്കി. കുടുംബം റെഡിയാക്കും. അത് ഞാൻ ഉറപ്പില്ല. എന്ന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അല്ല, ഈ സത്യം പറഞ്ഞാൽ ഇത് ചേച്ചി ഇപ്പൊ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വരുന്നത് ശരിക്കും നമ്മുടെ മക്കൾ ഓക്കെ, വിഷയമില്ല, അവരുടെ ഇഷ്ടത്തിന് ഓക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ പുറകിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളായിരിക്കും ഈ രണ്ട് പേരും, അതായത് മാതാപിതാക്കള്, അപ്പനായാലും അമ്മയായാലും സഹിക്കേണ്ടി വരുന്നത്. അതായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ അല്ല, വരുന്നത്. അത് മാത്രമല്ല, മീരാച്ചേച്ചിക്ക് 2 ആൺപിള്ളേരുണ്ട്, അവരും കൂടെ സഹിക്കണം. അത് നമ്മള് കുടുംബത്തിൽ ഇവരെ വിമർശിക്കുമ്പോഴൊക്കെയാണ് വഴക്കൂടുമ്പോഴൊക്കെ ഇറങ്ങിപ്പോണ. ഈ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ഇവർ ഓരോ ചീത്ത, അതായത് നമ്മള് സമൂഹം ചീത്ത എന്ന് പറയുന്ന കാര്യങ്ങളും അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യണത്. കുടുംബത്തിൽ ഇങ്ങനെ നമ്മള് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഇത്രയും എന്താ പറയുക, ഒരു സ്ട്രോങ് ക്യാരക്ടർ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ആ ഒരു സ്ട്രോങ്നെസ് റിയൽ ലൈഫിൽ മാറി സ്ട്രോങ് ആയിരിക്കും. ചേച്ചി ബോൾഡ് ആയപ്പോഴാണ് ക്യാരക്ടർ. അല്ലെങ്കിൽ ഇപ്പൊ ടെൻഷൻ ആവല്ലോ. ഡെഫിനറ്റ്ലി. അല്ല, 10ാം ക്ലാസ് പഠിക്കുന്നല്ലേ, മകൻ 10ാം ക്ലാസ്സിലല്ലേ, 9th പഠിക്കുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് ഒരുമാതിരിപ്പെട്ട സ്ത്രീകളൊന്നും ഇത്രയും ഡെഫിനറ്റ്ലി ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തയ്യാറാവത്തില്ല. ഇത് ഈ പറയുന്നതിലാണ് കാരണം. ഇതൊക്കെ പറയുമെങ്കിലും പ്രവൃത്തിയിൽ വരുമ്പോൾ എല്ലാവരും സംസ്കാരം അതൊക്കെ ചിന്തിക്കുന്ന ആവശ്യം. ചേച്ചി ചെയ്യുന്ന കാര്യമായാലും ദിൽഷ ചെയ്യുന്ന കാര്യമായാലും അവർ രണ്ടുപേരും ആണ് ശരിക്കും സ്ക്രീനിൽ വരിക. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ക്യാരക്ടർ എത്തിക്കുന്നത് ഇവരുടെ എഫേർട്ട് മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അവര് ഇവര് ചീത്തവിളിയായിട്ട് ചെയ്യല്ലേ. അപ്പൊ ഓൾറെഡി തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ സിനിമകൾ കണ്ടിട്ടില്ലായിരുന്നു, സിനിമ പറയുന്നവർക്ക് അറിയില്ല. കൊണ്ട് തന്നെ ഓൾറെഡി ആൾക്കാർ മനസ്സിലിരിക്കുകയാണ്. ആ ചിന്തകളുടെ പ്രശ്നമാണ്. അത് ചേച്ചി ഇപ്പൊ അനുഭവിക്കുന്ന ഇൻസ്റ്റയിൽ നിന്ന് അനുഭവിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. പണ്ട് ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ ഓക്കെ, ചേച്ചി ലെഫ്റ്റ് ആയി പോയിട്ടാവില്ല. പക്ഷെ ഇൻസ്റ്റയിൽ നിന്ന് വരുമ്പോഴാണ് മലയാളികളൊന്നും മലയാളികളൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അല്ലേ. ഏറ്റവും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ ഇഷ്ടം മാറി കുറച്ചുകൂടി ന്യൂ ജനറേഷൻ വേറെ ആപ്പുകളൊക്കെ വരേണ്ടി വരുന്നു. ന്യൂജൻ പിള്ളേർക്കെല്ലാം നമ്മുടെ സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ മാക്സിമം LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ. പക്ഷെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആവശ്യപ്പെട്ടവർക്കാണ് നമ്മളവിടെ ചെയ്യുന്നത്. കണ്ടന്റ് ഇതാണെങ്കിൽ എല്ലാവരും ചിരിച്ചതാണ്. നിങ്ങൾ ചീത്തകൾ കഴിച്ചോളും. ചീത്തവിളി ഞങ്ങള് അതെ, ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നാൽ അതൊരു വിജയം തന്നെയാണ്. അത്രയും നമ്മൾ അതെ, നമ്മള് പ്രചോദനമായിട്ട് എടുക്കാനാണ് പ്ലാൻ. താങ്ക് യു സോ മച്ച്. സംസാരിച്ചു അല്ലേ. അതെ, സിനിമ വൻ വിജയകരമായി ആശംസിക്കുന്നത്. ജൂലൈ 18 എന്തായാലും തിയേറ്ററിലുണ്ടാവും. ജൂലൈ 18. അന്നത്തെ ദിവസം ഇല്ല, ഞങ്ങളുണ്ടാവും, തിയേറ്ററിലുണ്ടാവും. എന്തായാലും അവിടെ വരണം, നിങ്ങളെല്ലാം തിയേറ്ററിലാണ് കേട്ടോ. ഉണ്ടാവും.